അല്ല എന്താ ഒരു മാനത? എന്ത് പറയാനാ, നമുക്ക് എങ്ങനെയാണോ ഫേമസ് ആവാൻ പറ്റുന്നത്? ഫേമസ് ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഫേമസ് പറഞ്ഞാൽ നമുക്കൊന്ന് ഫേമസ് ആയാലോ, ആഗ്രഹം കൊണ്ട് പറഞ്ഞ. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ഈ ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലല്ലോ, ഈ പ്രസിഡന്റിന്റെ ഇലക്ഷൻ അത് കഴിഞ്ഞോ? അമേരിക്കൻ പ്രസിഡന്റ് അത് കഴിഞ്ഞു പോയോ? ഈ വർഷത്തെ അത് പറ്റില്ല, നമുക്കിനി പറ്റില്ല. അതിനകത്ത് ആവശ്യത്തിന് കോമാളികൾ കേൾക്കുന്നുണ്ട്. പക്ഷെ വെറുതെ എന്തിനാ അത് കോളമാക്കുന്നത്? എനിക്കൊരു ഐഡിയ വരും. നിന്നെ ഒന്ന് കൂടെ കൂട്ടിട്ട് ഒരു പ്രയോജനമില്ല. പ്രഭാകര, എന്തോന്ന് പ്രഭാകര? പണ്ട് യൂട്യൂബിൽ നമ്മൾ നിരവധി കുക്കിംഗ് വീഡിയോ ഇട്ട് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കയ്യടി മേടിച്ചതെല്ലാം മറന്നോ? എന്തോന്നീ കയ്യടി. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നിനക്കോ ഐഡിയ? ഈ വാട്സാപ്പ് വഴി ക്ലിപ്പ് അയച്ച് ഹിറ്റാകുന്നതാണല്ലോ ഇപ്പൊ നാട്ടിലെ ഒരു പ്രധാന ഫാഷൻ. ക്ലിപ്പ് വേണ്ട, അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു 2 വരി പാട്ടോ ഡാൻസോ ഒക്കെ പാടി അത് വാട്സാപ്പ് വഴി ഷെയർ ചെയ്താൽ നാളെ ചന്ദ്രലേഖയെ പോലെ മനുവിനെ കേരളം തിരിച്ചറിയുന്ന ഒരു ഗായകനായി മാറിയാലോ? ഇനിയൊരു പുതിയ മുഖം വേണ്ടത് നമുക്ക് നമ്മുടെ ആ പഴയ പണി തന്നെ. ഏത് പണി? ഓ, യൂട്യൂബിലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യല്ലേ, അതൊക്കെ ഒരു കാര്യം. നമുക്ക് അത് മതിയല്ലേ. പക്ഷെ ഒരു വെറൈറ്റി വേണ്ടേ? വെറൈറ്റിക്ക് ഒരു കാര്യം ചെയ്യാം. ഇതാണ്, എന്നാ പിന്നെ നീ കുക്ക് ചെയ്യേ. പപ്പടം വെച്ച് എന്നാ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുക്കളയിലേക്ക് പോവാം. ശരി, നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ പോവാം. ന്യൂയോർക്കിലെ ഏറ്റവും പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ട് കുറച്ചധികം സമയമായി എന്ന് ഞങ്ങൾക്കറിയാം. പല പല കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഒരു കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടി 100 കണക്കിന് ആൾക്കാർ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. 1000 കണക്കിന് ആൾക്കാർ കാത്തിരിക്കുകയാണെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും നമുക്ക് ഇന്നത്തെ കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാം. പതിവ് പോലെ ഞാൻ നിങ്ങളെ പോലെ വായും വെള്ളം നോക്കി നിൽക്കും. നമ്മുടെ ചീഫ് ഷെഫ് നമുക്ക് വേണ്ടി നല്ലൊരു വിഭവം ഇന്ന് തയ്യാറാക്കാൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവം? നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടും ഒരു കുക്ക് ചെയ്യാവുന്ന ഒരു ഡിഷാണ്. ഒരു തനി നാടൻ കേരള സ്റ്റൈല് ചിക്കൻ റോസ്റ്റ്. വളരെ എളുപ്പം കുക്ക് ചെയ്യാവുന്ന ഒരു ഡിഷാണ്. വളരെ ഒത്തന്റിക് ആയിട്ട് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലില് വളരെ ഒത്തന്റിക് ആയിട്ട് വീട്ടിൽ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നമ്മുടെ ഷെഫ് നമുക്ക് ഇത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻസിലേക്ക് നമുക്ക് ഇന്നത്തെ വിഭവത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഷെഫ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം എന്തൊക്കെയാണ് വേണ്ടിയെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഈ കേരള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു സവോള അരിഞ്ഞത്, ഇത് ഫ്രൈഡ് ഒണിയൻ ആണ്, അതായത് സവോള വറുത്തതാണ്. നമുക്ക് വീട്ടിൽ വേണേൽ വറക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കടയിൽ മേടിക്കാൻ കിട്ടും. ഫ്രൈഡ് ഒണിയൻ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കടുക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല. ഈ പൊടികളെല്ലാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ്. അത് ഞാൻ പല ബ്രാൻഡുകളും ട്രൈ ചെയ്തിട്ട് എനിക്കിതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ഒത്തിരി നല്ല ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കെച്ചപ്പ്. ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഒരു പൗണ്ട് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഈ ചിക്കൻ പൊടികൾ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് 1 പൗണ്ട് ചിക്കനാണ്. അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ മസാല 1 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടിയത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് ആവശ്യത്തിന്, പിന്നെ ഉപ്പ്
കുറച്ച് കറിവേപ്പില, ഇത്രയും ഒരല്പം വെള്ളം ചേർത്ത്, വളരെ കുറച്ച് വെള്ളം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ശേഷം നമ്മളൊരു പാത്രത്തിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ വേവിച്ചെടുത്താണ്. മൂടി വെച്ച് വേവിച്ചു. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എണ്ണ ചൂടായി, കടുക് ഇടുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും സവോള ഇടുന്നു. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സവോള, കുറച്ച് കറിവേപ്പില, ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റണം. അതിനുശേഷം ബാക്കിയുള്ള പൊടികൾ ചേർക്കണം. നമ്മുടെ സവോള വഴറ്റി കഴിഞ്ഞു. അതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അല്പം ഗരം മസാല, ചിക്കൻ മസാല, അല്പം മുളക് പൊടി, വളരെ കുറച്ച് കുരുമുളക് പൊടി. പൊടി ഒന്ന് കുറച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു വളരെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കാം. ചൂടായി അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. അതിനുശേഷം ഈ ഫ്രൈഡ് ഒണിയൻ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുകയാണ്. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിനകത്തേക്ക് ചേർക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ചൂടായി. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കെച്ചപ്പ് കൂടെ ചേർത്ത് ഒരു 1 മിനിറ്റും കൂടെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കേരള ചിക്കൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് അത് മാറ്റാം. അപ്പോൾ നമ്മുടെ രുചികരമായ കേരള ചിക്കൻ റോസ്റ്റ് റെഡിയായിരിക്കുന്നു. അങ്ങനെ രുചികരമായ കേരള ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വരുന്ന ഭർത്താക്കന്മാർക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന, ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വരുന്ന ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ, വളരെ ഒത്തന്റിക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ടീം ന്യൂയോർക്കിന്റെ കുക്കിംഗ് വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.